ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു നാടൻ കോഴിക്കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാടൻ കോഴിയുണ്ട്, കാലൊക്കെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മാനെ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക, ഞാൻ എന്താ ചെയ്യുന്നത്, വലിയ കാലല്ലോ ഉമ്മി എന്നൊക്കെ പറഞ്ഞു. അപ്പം ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറച്ചി കുക്കറിലോട്ട് മാറ്റുവാണ്. അപ്പം ഇത് നാടൻ കോഴി നല്ല വേവുള്ള സംഭവമാണ്, നമ്മളെ സാധാ കോഴി പോലെയല്ല. അപ്പോൾ ഞാനിത് 3 ഫിസിൽ കേൾപ്പിക്കാനായിട്ട് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കൊച്ചുള്ളി, തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ തോനെ എടുക്കുന്നുണ്ട്, നാടൻ കോഴിയും കൂടി അല്ലേ. അതിനുശേഷം ഞാൻ ഉരുളിക്കകത്ത് എണ്ണ ഒഴിച്ചു. അപ്പോൾ ഇവിടെ ചിക്കനും വേവുന്നുണ്ട്. 3 ഫിസിലാണ് കേൾപ്പിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഞാൻ 4 സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കന് കുറച്ച് ഉപ്പിട്ടായിരുന്നു, അപ്പോൾ അത് അനുസരിച്ചാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഉള്ളി വാടിയതിനു ശേഷം തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ താണ്ട ചിക്കൻ്റെ ഫിസിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ 3 ഫിസിലാണ് ഞാൻ കേൾപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം മുളകും പൊടി, മല്ലിപ്പൊടി എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ്ട് അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിരുന്നു ഉള്ളിയിൽ, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ അങ്ങനെ 3 ഫിസിലിന് ശേഷം ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി താണ്ട് ഉരുളിലോട്ട് തട്ടിയിട്ടുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടിയെല്ലാം മൂപ്പിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളെ കറി ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.